നീ ഇവിടെ വന്നിരിക്കലായിരുന്നോ? ഞാൻ എവിടെയല്ല അന്വേഷിച്ചു. വീട്ടിലിരിക്കാനാവുന്നില്ലടാ, അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന. നിന്റെ സങ്കടം മറക്കാൻ എനിക്കിവിടെ വന്നിരിക്കാം. നിന്റെ ഭാര്യക്കോ? അവൾക്ക് ഇനി അങ്ങനെ എവിടെയും പോകാനാവുമെന്ന് തോന്നുന്നില്ലടാ. അതെന്നാടാ? മോൻ ലഹരി കേസിൽ പിടിയിലാണെന്ന് അറിഞ്ഞ പിന്നെ ഇപ്പോൾ ഒരേ കിടപ്പിലാടാ. ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട, കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ. എന്ത് ചെയ്യാനാടാ? മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിക്കോട്ടെ എന്ന് കരുതിയല്ലേ നാട്ടിൽ വിട്ടു പഠിപ്പിക്കുന്നത്. മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരു രക്ഷിതാക്കളും ചിന്തിക്കില്ല. നമ്മൾ എത്ര നോക്കി വളർത്തിയിട്ടു എന്താ കാര്യം? മക്കൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പഠിക്കണ്ടേ? അതെങ്ങനെയാ? മക്കള് പുതിയ പുതിയ കൂട്ടുകൂടി നടക്കുമ്പോ ഓരോരോ ശീലങ്ങൾ പഠിക്കലല്ലേ? അത് അവരുടെ ജീവിതം നശിപ്പിക്കുമെന്ന് അവര് തിരിച്ചറിഞ്ഞില്ലല്ലോ. അതിന് അവരുടെ ജീവിതം മാത്രമല്ലല്ലോ നശിക്കുന്നത്, കുടുംബത്തിനും കൂടിയല്ലേ. മകൾ ഇവിടെയുണ്ടാ? മകള് ലഹരി കേസിൽ പിടിക്കപ്പെട്ടവന്റെ പെങ്ങളല്ലെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. അവളിനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് ഫോൺ വിളിച്ച് പറഞ്ഞേക്കുന്നു. സഹോദരൻ ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് അവൾക്ക് അച്ഛനമ്മയും വേണ്ടേ? എന്താ അച്ഛൻ, എന്താ അമ്മ, അവർക്കൊക്കെ വലുത് അവരുടെ ജീവിതാടാ. കണ്ണുള്ളപ്പോൾ അറിയില്ല കണ്ണിന്റെ വില. നീ എഴുന്നേൽക്കടാ. ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? വാ, കടയിൽ പോയി ഓരോ ചായ കുടിക്കാലോ. ഇല്ലടാ, ഞാൻ ഇപ്പം വരുന്നില്ല. അതെന്താ? നീ വാടാ. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ ഒരു മടിയാടാ. നാട്ടുകാരോട് പോവാൻ പറ. തെറ്റ് ചെയ്ത് നീയല്ലല്ലോ, നിന്റെ മോനല്ലേ. എന്നാലും ഒരെന്നാലും ഇല്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതിനെ കുറിച്ച് നന്നായി അറിയാം. അവരാരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം ചോദിക്കൂല. നീ എഴുന്നേൽക്ക്. അവളുടെ കാര്യം ഓർക്കുമ്പോടാ കൂടുതൽ സങ്കടം. അതൊക്കെ ശരിയാവുന്നേ. ഏത് മുറിവും മെല്ലെ മെല്ലെ ബേധായിക്കോളും. ഇനിയെങ്കിലും മക്കൾ ഇങ്ങനെ സ്വന്തം ജീവിതം കളഞ്ഞും കുടുംബത്തെ മുഴുവൻ വിഷമിപ്പിക്കാതെയും ജീവിച്ച് കണ്ടാ മതിയായിരുന്നു. തെറ്റുകൾ തിരുത്തി മക്കൾ നമ്മുടെ അരികിലെത്തും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ചെയ്ത തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഒരു നാൾ തിരിച്ചു വരുന്ന മകനെയും കാത്ത് മനസ്സ് മരവിച്ച അച്ഛനും അമ്മയും പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം.